സോയാ ചങ്ക്സ് കൊണ്ട് ഏതൊരു അച്ചാറിനോട് കിടപിടിക്കുന്ന നല്ല രസികൻ അച്ചാറുണ്ടാക്കാം. അച്ചാറുണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 4 കപ്പ് സോയാ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് 200 ഗ്രാം ഉണ്ടാകും. എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ആദ്യം നമുക്കിത് വേവിച്ചെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ 1.5 ലിറ്റർ വെള്ളമെടുത്ത് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ചു വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്ത് സോയ അതിലേക്ക് ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടെ ഇളക്കിയിട്ട് കൊടുത്ത് 5 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സോയ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 3-4 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകി ചെറുതായി പിഴിഞ്ഞെടുക്കാം. അങ്ങനെ കഴുകി പിഴിഞ്ഞെടുത്ത സോയയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പ്, 4 ടേബിൾ സ്പൂൺ വിനാഗിരി എന്നിവ ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ സോയ നമുക്ക് നുറുങ്ങാതെ തന്നെ കിട്ടും. ഇനി നമുക്കിത് 10 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വയ്ക്കാം. ഇങ്ങനെ ഉപ്പ് ചേർത്ത് വെക്കുകയാണെങ്കിൽ സോയ ഒന്ന് ചുരുങ്ങി വെള്ളം നന്നായി പുറത്തു വരും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി അമർത്തി പിഴിഞ്ഞ് മാക്സിമം വെള്ളം കളഞ്ഞെടുക്കാം. അങ്ങനെ പിഴിഞ്ഞെടുത്ത സോയയിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കാം. ഇനി നമുക്കിത് വീണ്ടും നന്നായി മിക്സ് ചെയ്യാം. എല്ലാം നമ്മൾ നന്നായി പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് അച്ചാറിന് ആവശ്യമായ കുറച്ച് ഈന്തപ്പഴം അരച്ചെടുക്കാം. അതിനായി നമ്മളിവിടെ 12 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം സോഫ്റ്റ് ആണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇത് കുരു കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഈന്തപ്പഴം നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് സോയ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു നോൺ സ്റ്റിക്ക് പാത്രം ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണയോ വെളിച്ചെണ്ണയോ ചേർക്കാം. എണ്ണയിലേക്ക് സോയ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഇടയ്ക്കിടെ ഇളക്കിയിട്ട് കൊടുത്ത് 10-15 മിനിറ്റ് നേരം നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. സോയ നമ്മൾ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സോയയുടെ പുറമെല്ലാം മുരിഞ്ഞ് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മുതൽ 8 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണയോ എണ്ണയോ ചേർക്കാം. അച്ചാർ പെട്ടെന്ന് കേടുവരാതിരിക്കാൻ നല്ലെണ്ണയാണ് കൂടുതൽ നല്ലത്. അച്ചാറിന് നല്ല രുചി കിട്ടാനും പെട്ടെന്ന് കേടുവരാതിരിക്കാനും 8 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കണം. ഓയിൽ അധികം ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർ ഇതിൻ്റെ പകുതി ചേർത്താലും മതിയാകും. എണ്ണ നന്നായി ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത്, 25 വലിയ അല്ലി വെളുത്തുള്ളി നീളത്തിൽ കീറിയത്, വെളുത്തുള്ളി ചെറുതാണെങ്കിൽ കൂടുതൽ ചേർക്കണേ, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കാം. ഇനി നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം. എല്ലാം നന്നായി വഴന്നു വന്നാൽ ഫ്ലെയിം എത്ര കുറച്ച് വയ്ക്കാമോ അത്രയും കുറച്ച് വെച്ച് പൊടികൾ ചേർക്കാം. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുന്നുണ്ട്. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. എല്ലാത്തിൻ്റെയും പച്ചമണം അറിയാൻ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർക്കാം. 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ ജാറ് കഴുകി അതുകൂടെ ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് എല്ലാം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം 1 മിനിറ്റ് നേരം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചേർക്കാം. സോയ ചാറിൽ നന്നായി പുരട്ടിയെടുക്കാം. എല്ലാം നന്നായി ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അച്ചാർ ചെറുതായി ഒന്ന് ചൂടാറിയാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി, 4 ടേബിൾ സ്പൂൺ മുതൽ 8 ടേബിൾ സ്പൂൺ വരെ വിനാഗിരി എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. അച്ചാർ പെട്ടെന്ന് കേടുവരാതിരിക്കാൻ വിനാഗിരി നല്ലതാണ്. എന്നിരുന്നാലും നിങ്ങളുടെ താല്പര്യമനുസരിച്ച് വിനാഗിരി കുറച്ച് ചേർത്താലും മതിയാകും. അച്ചാർ നന്നായി ചൂടാറിയ ശേഷം മാത്രം കുപ്പിയിൽ അടയ്ക്കുകയും ഒട്ടും വെള്ളമയം തട്ടാതെ സൂക്ഷിക്കുകയും ചെയ്താൽ ഇത് കുറേ നാൾ കേടുവരാതിരിക്കും. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. അങ്ങനെ നമ്മുടെ സോയ അച്ചാർ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇവിടെ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.